നോയ്സ് പോലും അങ്ങനെ ഇല്ലല്ലോ, കറക്റ്റ് സ്മൂത്ത്. ഓ
റിവ്യൂ അല്ല, അത് മറ്റേ റെക്കോർഡ് ചെയ്യുമ്പോൾ പറ്റില്ല. എന്തായാലും തകർത്തു. നല്ല സീറ്റാ, ഭയങ്കര ഭയങ്കര രസടാ. മൊത്തത്തിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫാബ്രിക്, സീറ്റിന്റെ ഫാബ്രിക് തന്നെയാണ് ഇവിടെ ഡോറിലും വരുന്നത്. ഇത് എത്ര മോഡൽ വണ്ടി? 2007 ലാസ്റ്റ്. 2007 പെട്രോൾ 1.5. ആകെ 51,000 കിലോമീറ്റർ ഓടിയുള്ളൂ. എടുക്കുമ്പോ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ അതിനുള്ളിലുണ്ടാവും. 48,000 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളായിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ എടുത്തിട്ടിപ്പോൾ എത്രയായി? എടുത്തിട്ടിപ്പോ 1 മാസം. അത്രേ ഉള്ളൂ. 3000 കിലോമീറ്ററോട് നമ്മൾ ഓടി. ഇപ്പോൾ 3000 കിലോമീറ്റർ നല്ല സ്മൂത്താണുള്ളത് ഓടിക്കാൻ. ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ടോ? അത് ഒരു പുള്ളി സിംഗിൾ ഓണർ അങ്ങനെ ഓടിച്ചതാണ്. മൂപ്പര് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അതെ, അത് ബാങ്ക് മാനേജറും കണ്ടായിരുന്നു. മൂപ്പര് ബാങ്കിലേക്ക് പോകും, തിരിച്ചു വരും. പണ്ട് പറഞ്ഞ പോലെ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. മൂപ്പര് എടുത്ത് സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഊരിക്കളഞ്ഞ്. ഒറിജിനൽ ഫാബ്രിക് ഭയങ്കര അടിപൊളിയാണ്. അത് ഈ ഇരിക്കുന്ന മൂപ്പര് എടുത്ത് അപ്പൊ തന്നെ സീറ്റ് കവർ അടിച്ചാണെന്ന് പറഞ്ഞു. ഓ, അതുകൊണ്ട് പിന്നെ സീറ്റിന് ഒരു കുഴപ്പം പറ്റിയില്ല. കുഴപ്പം പറ്റിയില്ല, ഭയങ്കര ഫ്രഷാണ്. തകർത്തു കേട്ടോ. ഓ, കാലെടുക്കുമ്പോ സിമ്പിളായിട്ട് കയറി പോകും. 1.5 cc എഞ്ചിനാണ്. സ്മൂത്തടാ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറമേ നിന്ന് കാണുമ്പോ തന്നെ അതിന്റെ നീറ്റ്നെസ് വണ്ടിക്ക് കാണാനുണ്ട്. ആള് എന്താ പറയാ, വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. അല്ല, അത് കാണിക്കുന്നുണ്ട്. ഈവൻ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് 500 കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുള്ളൂ. ഓ, കമ്പനി സർവീസും ആണ്. കമ്പനി സർവീസ് അല്ല, പക്ഷെ ഒരു അത്യാവശ്യം നല്ല സർവീസ് സെന്ററിൽ ചെയ്തോണ്ടിരിക്കുക സർവീസാണ്. അതുവരെ കമ്പനി സർവീസ് ഒക്കെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നാലും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഗിയർ റേഷ്യോ നല്ല രസമാണ്. ഇപ്പൊ നമുക്കിപ്പോ 5th ഇട്ടാലും അങ്ങനെ മെല്ലെ ആണെങ്കിലും പൊക്കോളും, കയറി പോകും. സ്ലോ ആക്കിയാലും ഒരുപാട് അങ്ങനെ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 4th-ലാണ് ഇതിന്റെ ഒരു നീറ്റ്നെസ് ആണ് ഭയങ്കരമായിട്ട്. പഴയ വണ്ടി. ഇപ്പൊ എത്ര വർഷമായി ഇത്? 2007 മോഡല്. അപ്പൊ 18 വർഷം ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ അല്ലേ ഇത് ഓടിക്കുമ്പോ എനിക്ക് കിട്ടുന്നത്. ഇതിലൊക്കെ ആണെങ്കിലും സ്റ്റിയറിംഗിലൊക്കെ ആണെങ്കിലും ഇവിടെ ഹോൺ അടിച്ചിട്ട് ഇവിടുത്തെ ഒരു പെയിന്റിന്റെ ഇത് പോയിട്ടുണ്ട്. ഹോൺ ഈ വിരലൂടെ തൊട്ടിട്ടുണ്ട്. ശരിയാ, വേറെ ഒരു സാധനം കാണില്ല നമുക്ക്. ശരിയാട്ടാ, ഇവിടെ ഓടിക്കും, ഇവിടെ ഹോൺ അടിക്കും, തൊട്ടിട്ട് പോലും ഇല്ല. കാലെടുത്ത് കയറി പോണൊക്കെ. ആ എഞ്ചിൻ നോയ്സ് പോലും അങ്ങനെ ഇല്ലല്ലോ, കറക്റ്റ് സ്മൂത്ത്. ഓ, കമ്പനി മൈലേജ് ഒക്കെ എത്ര പറയണേ? കമ്പനി പറയുന്നത് 18 ആണ്. ഇപ്പോ 12 ഒക്കെ കിട്ടുന്നുണ്ടാവല്ലേ? അല്ല, നമുക്ക് ഞാൻ ഇവിടെ പോയപ്പോ, കൊല്ലം പോയപ്പോ 14. ഞാൻ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു, എടുത്തിട്ട് ഇവിടെ തന്നെ കൊല്ലത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 14 കിട്ടി. 14.5 കിട്ടി ലോങ് ഓടിയപ്പോ. പക്ഷെ ഇത് അധികം ഓടിയിട്ടില്ലല്ലോ, ഇവരൊട്ടും ഓടുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് 1 year ആയിട്ട് ഒട്ടും ഓടിയിട്ടില്ല. അപ്പൊ 5th ഗിയർ എന്നിട്ട് 5th ഗിയർ ഇടാൻ പാകത്തിന് ഒരു റോഡും ഇല്ല.
പക്ഷെ അപ്പോഴേ ഇടാം. പക്ഷെ എന്താ വെച്ചാൽ നല്ല സ്പീഡ് എടുക്കുന്നുണ്ട് വണ്ടി. പോവാം. ഈസി ആയിട്ട് കയറും. ആ ഫിഫ്ത്തിലൊക്കെ കാല് കൊടുക്കുമ്പോഴൊരു കാല് കൊടുക്കുമ്പോ പവർ തള്ളിച്ച ഭയങ്കര. ഇത് ഹോണ്ടയുടെ ഏത് എഞ്ചിനാ? ഇത് വീട്ടൊക്കെ അല്ല, അത് അതിന് മുന്നത്തെ എഞ്ചിനാണ്. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, എന്തായിരുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല. 1.5 ആണ്, 77 PS പവറുള്ള എഞ്ചിനാണ്. 77. മറ്റേത് 100 PS ആണ് വീട്ടൊക്കെ വരിക. എത്ര മൈലേജ് ഉണ്ടാവില്ല, ഇതിനേക്കാളും പെർഫോമൻസ് ആണ്. ഇത് ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ മറ്റേ ക്യാബിൽ നിന്ന് മറ്റേ നോയ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഡോർ പാഡിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. വെരി ഗുഡ്. സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ് വണ്ടി. ഒന്നും വരുന്നുണ്ടാവില്ല അല്ലേ? പുറകിലൊക്കെ യാത്ര ചെയ്യുന്ന പോവാനേ ഭയങ്കര സുഖമായിരിക്കും. പുറകിലിരുന്നപ്പോ ആ കുഷനിങ്ങും ആ സീറ്റിന്റെ അതെ തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ മെറ്റീരിയലും ഭയങ്കര രസമുള്ള നല്ല രസമുള്ള ഫാബ്രിക് ആണ്. അതെ, കമ്പനി ഫാബ്രിക് തന്നെയാണല്ലോ അല്ലേ? കമ്പനി ഫാബ്രിക് ആണ്. ലെതർ സീറ്റിനെക്കാളും കുറച്ചും കൂടെ കംഫർട്ട് ഫാബ്രിക് സീറ്റുകൾ നമ്മളെ ക്ലൈമറ്റിലെ. ലെതർ സീറ്റ് ആണെങ്കിൽ പിന്നെ വെന്റിലേറ്റർ സീറ്റ് ഒക്കെ ആവണം. മറ്റേത് നമ്മള് ചൂടെടുത്ത്